ഇന്നൊരു സമാധാനമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ചിക്കൻ കറി വെച്ചാലോ എന്നുള്ളത്. ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറി. ഞാൻ കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ടും കാര്യങ്ങളൊന്നുമല്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് കുറച്ചെങ്കിലും ഒന്ന് പഠിച്ചത്. ഞാൻ വെക്കണ സമയത്ത് എല്ലാം ഓക്കെ ആവുന്നൊരു കറി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ്. വലിയ കുഴപ്പം ഉണ്ടാവാറില്ല ഇതുവരെ. ഈ വട്ടം പർച്ചേസിങ്ങിന് പോയപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി മേടിച്ചിട്ടായിരുന്നു. അപ്പോൾ കളറിൽ തന്നെ ഒരു കറി വെക്കാൻ തീരുമാനിച്ചു. എനിക്ക് വീട്ടിലാണെങ്കിലും ഏട്ടൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ കുക്കിങ്ങിൽ അത്ര എഫേർട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സഹായിച്ചാൽ മാത്രം മതി. ഞാൻ വെക്കുന്ന കറികളെല്ലാം എനിക്ക് ടേസ്റ്റ് ആയിട്ടാണ് തോന്നാറ്. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഏട്ടനാണ് ഒരു കുഴപ്പമില്ലാണ്ട് കഴിക്കാറ്. വേറെ ഒന്നും അങ്ങനെ പറയാറില്ല ഏട്ടൻ. ഇത് കഴിച്ച് നോക്കിയപ്പോഴും എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ അതിൻ്റെ കൂടെ വിചാരിച്ച് ദോശയും കൂടി ഉണ്ടാക്കുക എന്നുള്ളത്. രാവിലെ അമ്മ നമുക്ക് മാവ് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ദോശ പരത്താൻ വലിയ കുഴപ്പമില്ല. ഞാൻ ആകൂടെ വെടുപ്പായിട്ട് വീട്ടിൽ ചെയ്യുണ്ടായിരുന്നൊരു പണി ദോശ പരത്തലായിരുന്നു. കാരണം അമ്മ പണ്ട് മുതലേ ചെയ്യിപ്പിക്കുകയായിരുന്നു. ആകെ ചെയ്യിപ്പിക്കുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ദോശ പരത്താൻ അങ്ങനെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. കുഞ്ഞു കുഞ്ഞു ദോശകളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അപ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് പരത്താൻ നിന്നില്ല. അങ്ങനെ ദോശയും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി. പിന്നെ എൻ്റെ അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നീറ്റായിരിക്കണം. ഈവൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചുടുമ്പോൾ പോലും പരത്തുമ്പോൾ പോലും അത് കറക്റ്റ് വട്ടത്തിൽ തന്നെ വരണം. അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര നിർബന്ധമാണ്. ഏട്ടൻ്റെ അമ്മയ്ക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ കാസറോളിക്ക് ഇടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെ ഒന്നും ഇടരുത്. എല്ലാം മുകളിലായിട്ട് തന്നെ ഇടണം. അങ്ങനെ കുറേ നിർബന്ധങ്ങളുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ അമ്മ ചീത്ത പറയുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ കറിയും ദോശയും പിന്നെ മാങ്ങ പറയാലോ. മാങ്ങ ഇപ്പോൾ ഒരു പാർട്ടായിരിക്കണം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നൊരു സാധനം നല്ല ടേസ്റ്റ് ഉള്ളതും മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല വലിപ്പമുള്ള മാങ്ങകളാണ്. ഞങ്ങൾക്ക് റയറായിട്ടാണ് പുളിയുള്ളതൊക്കെ കിട്ടാറുള്ളൂ. പക്ഷേ ഇവിടുത്തെ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നേട്ടൻ പറഞ്ഞു ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, നീളത്തിൽ തന്നെ കട്ട് ചെയ്താൽ മതി എന്നുള്ളത്. വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു.